ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ വന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന് 11-ാമത്തെ വാക്യം. എന്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. പ്രൈസ്. എന്താണ് യേശു പറയുന്നത്? എന്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. സന്തോഷം എന്നുള്ളതാണ് നമ്മുടെ ചിന്തിക്കുന്ന വിഷയം. ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം എന്ന് പറയുന്നത് ഹല്ലേലൂയ, സാക്ഷാൽ മുന്തിരിവള്ളി കർത്താവാകുന്നു എന്ന് നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചൊരു നല്ല പ്രബോധനം. ഇങ്ങനെ പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നു ഒക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു എന്ന് പറഞ്ഞ് വലിയൊരു ശുദ്ധീകരണം തന്നെ വേണം പറയാൻ. ഇവിടെ ഹല്ലേലൂയ. ഇന്നൊരു രണ്ടായിട്ട് തിരിക്കുക ജനത്തെ. ഒന്ന് ലോകത്തിൽ വസിക്കുന്നവരും, രണ്ട് ദൈവത്തിൽ വസിക്കുന്നവരും. ലോകത്തിൽ നിന്ന് വസിച്ച് ഫലം കൊടുക്കുന്നവരുണ്ട്, എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വസിച്ച് ഫലം കൊടുക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് എന്ന് പറയുന്നത്, എന്നിൽ ആമെ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെ അധിക ഫലം കായ്ക്കേണ്ടതിനെ അധികം ചെത്തി വെടിപ്പാക്കും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ആ ഭാഗം വായിക്കുമ്പോഴേ, ഈ ഭാഗം വായിച്ച് താഴോട്ട് വരുമ്പോഴാണ് കർത്താവ് പറയുന്നത്, എന്റെ സന്തോഷം നിങ്ങളിലിരിക്കണം. ഹല്ലേലൂയ. എന്റെ സന്തോഷം നിങ്ങളിലിരിക്കാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവ് പറയുന്ന ആ ഭാഗത്തെ നമ്മൾ ശ്രദ്ധിക്കും കാണുന്നത്, എന്റെ സന്തോഷം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ നിന്നും തന്നെ വേർപെടുത്തി ഹല്ലേലൂയ നമ്മോട് പറയുക. ഇവിടെ ലോകത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലോകമനുഷ്യൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകമനുഷ്യൻ വിവിധ മേഖലയിലല്ല ആമയിൽ സന്തോഷിക്കുന്നത്. ഭൗതികമായും ലൈംഗികമായും ഭൗതികമായ നിലകളിൽ ഈ ലോകത്തിന്റെ ആഡംബര ജീവിത സുഖങ്ങളിലൂടെ ഇവിടുത്തെ ഇഷ്ടാനുസരണങ്ങൾക്ക് ജഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, ജഡത്തിന്റെ പ്രലോഭനങ്ങളും ജഡത്തിന്റെ പ്രേരണകളും ജഡത്തിന്റെ ഇച്ഛാശക്തികൾക്കനുസരിച്ച് ഈ ജനം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ലോകത്തിന്റെ സന്തോഷം. ഇവിടെ സന്തോഷിപ്പാൻ അനവധി വാക്കുകളുണ്ട്. ഈ ലോകത്തിൽ സന്തോഷിപ്പാൻ അനവധി വാക്കുകളുണ്ട്. എന്നാൽ അങ്ങനെയുള്ള എല്ലാ സന്തോഷങ്ങളിൽ നിന്നും കർത്താവ് തന്നെ അത് വേർപെടുത്തി. ഒരു ചില്ലയിൽ നിന്ന് കമ്പ് മുറിച്ച് മാറ്റുന്നത് പോലെ കർത്താവ് ഈ ലോകത്ത് തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ്, എന്റെ സന്തോഷം നിങ്ങളിലിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ലോകത്തിന്റെ സന്തോഷമല്ല നിന്റെ ഉള്ളിൽ ഇരിക്കേണ്ടത്. നിന്റെ ഉള്ളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്തോഷം ഇരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകത്തുള്ളൂ. ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം നിങ്ങളെ പൂർണ്ണതയ്ക്ക് എത്തിക്കത്തില്ല. ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളെല്ലാം അല്പകാലം കഴിയുമ്പോൾ ദുഃഖമായി മാറും. ആ സന്തോഷങ്ങളെല്ലാം നിങ്ങൾക്ക് നിരാശയായി മാറും. പ്രൈസ്. എന്നാൽ യഥാർത്ഥ സന്തോഷം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നാം പ്രാപിക്കുന്നെങ്കിൽ, ക്രിസ്തുവിന്റെ സന്തോഷമാണ് നമ്മൾ ഇരിക്കുന്നെങ്കിൽ നമ്മുടെ സന്തോഷം പൂർണ്ണമായി തീരുമെന്ന് യേശു നമുക്ക് പറഞ്ഞു തരുന്ന സത്യമായ വചനമാണ്, നിത്യമായ വചനമാണ്. എൻ്റെ ഏരിയ ഇപ്പൊ ലോകത്തിന്റെ സന്തോഷം അന്വേഷിച്ച് പോകുന്ന സകല മനുഷ്യരും അവസാനം താളടിയായി മാറും. ലോകത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് പാപസുഖങ്ങളിലുള്ള സന്തോഷമാണ്. എന്നാൽ ദൈവത്തിലുള്ള സന്തോഷം എന്ന് പറയുന്നത് ആത്മീകമായതാണ്, ഉയരത്തിൽ നിന്നുള്ളതാണ്, ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷമാണ്. ആ സന്തോഷം മാത്രമേ പൂർണ്ണതയിലേക്ക് എത്തത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ സന്തോഷവും കണ്ണുനീരിന്റെ നടുവിലേക്ക് പോകുന്നതാണ്, രക്തക്ഷയം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാവിനെ ചോദിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സന്തോഷം എവിടുന്ന് വന്നതാണ്? നിങ്ങളുടെ ഉള്ളിലെ സന്തോഷം ആര് തന്നതാണ്? നിങ്ങളുടെ ഉള്ളിലെ സന്തോഷം നിങ്ങൾ എങ്ങനെ പ്രാപിച്ചതാണ്? ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും, ഭാര്യയിൽ സന്തോഷം കിട്ടും, മക്കളിൽ നിന്ന് സന്തോഷം കിട്ടും, നിങ്ങളുടെ സന്തത സഹചാരികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. ജോലി മേഖലയിൽ, നിങ്ങളുടെ സാലറിയിൽ, നിങ്ങളുടെ നന്മയിൽ, ഉയർച്ചയിൽ, നിങ്ങൾക്കുള്ള എല്ലാ നന്മയിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം ലോകത്തിൽ നിന്നുള്ള സന്തോഷമാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ നിന്ന് തന്നെ വേർതിരിച്ചിട്ട് പറയുന്നത്, എന്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് പറയുക, സംസാരിക്കുക.
വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം എന്ന് പറഞ്ഞാൽ, അഥവാ ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന് പറഞ്ഞാൽ, അവന്റെ ഉള്ളിൽ വേണ്ടുന്ന സന്തോഷം ക്രിസ്തുവിന്റെ സന്തോഷമായിരിക്കണം. എന്റെ ഏരിയ കഞ്ചാവടിച്ച് വളരെ സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുന്നവരുണ്ട്, കള്ളടിച്ച് സന്തോഷിച്ചിരിക്കുന്നുണ്ട്, വിവിധ മദ്യം കൂടി സന്തോഷിക്കുന്നവരുണ്ട്, ജടിക ഉല്ലാസങ്ങളിൽ സന്തോഷിക്കുന്നവരുണ്ട്. സന്തോഷത്തിന് വേണ്ടി പലരും പല മേഖലയിൽ അന്വേഷിച്ചു പോവുകയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ജീവിതത്തിന്റെ നിരാശയും ദുഃഖങ്ങളും സങ്കടങ്ങളും അകറ്റി നിനക്ക് യഥാർത്ഥമായ സന്തോഷം തരണമെങ്കിൽ നീ യേശുവിലേക്ക് തന്നെ വരണം. എന്റെ ഏരിയ യേശുവിലേക്ക് നീ വരുന്നെങ്കിൽ നിന്റെ സന്തോഷം നിന്റെ ഉള്ളിൽ പൂർണ്ണമാകും. പൈസോ നീ കരയേണ്ടി വരത്തില്ല, ദുഃഖിക്കേണ്ടി വരത്തില്ല. ലോക സന്തോഷം നിന്നെ കണ്ണുനീർ കുടിപ്പിക്കുന്ന കരയിപ്പിക്കും. പൈസോ അങ്ങനെ എത്രയോ സന്തോഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. എന്റെ ഏരിയ ഞാൻ ഈ ദൈവത്തിന് പറയുമ്പോൾ ഞാൻ ലോകത്തിൽ നിന്ന് ഒരുപാട് സന്തോഷം അനുഭവിച്ച വ്യക്തിയാണ്. ലോകത്തിന് അനവധി സന്തോഷം അനുഭവിച്ച് ലോക സന്തോഷമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ അഹങ്കരിച്ച് നിഗളിച്ച് പുളച്ച് നടന്നൊരു കാലഘട്ടമുണ്ട്. അവസാനം ലോക സന്തോഷം എന്നെ കൊണ്ട് എത്തിച്ച് ജയിലില്ല. ലോക സന്തോഷം എന്നെ കൊണ്ട് എത്തിച്ചത് ജയിലിനകത്താണ്. ജയിലിൽ കിടന്നപ്പോഴും അല്ലെങ്കിൽ എനിക്ക് ലോക സന്തോഷത്തോടായിരുന്നു താല്പര്യം. എന്നാൽ ഞാൻ ആ ജയിലിൽ നിന്നൊക്കെ കാലങ്ങൾക്ക് ശേഷം മോചിതനായി കഴിഞ്ഞപ്പോഴാണ് ക്രിസ്തുവിന്റെ സുവിശേഷം എന്റെ ഉള്ളിൽ വന്നപ്പം കർത്താവിനോട് പറഞ്ഞു, എടാ മകനെ, ലോക സന്തോഷമല്ല നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്, ആ ലോക സന്തോഷം നിന്നെ കാരാഗ്രഹത്തിൽ അടച്ചു. എന്നാൽ എന്റെ സന്തോഷം നിന്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ അത് നിന്നെ പൂർണ്ണമായിട്ട് വഴി നടത്തും. ലേരിയ ഞാൻ സന്തോഷം അനുഭവിച്ചറിഞ്ഞാണ് ലേരിയ. അതുകൊണ്ടാണ് എനിക്കിതൊക്കെ ധൈര്യമായിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്നത്. അല്ലേരി ഞാൻ പൊട്ടിമുളച്ചു വന്നൊരു പെന്തക്കോസുകാരനല്ല. ജീവിതത്തിൽ അനുഭവങ്ങളിലൂടെ അനവധി കണ്ണുനീരിന്റെ നടിയിലൂടെ ജീവിതം തകർന്ന് തരിപ്പണമായി സന്തോഷം നഷ്ടപ്പെട്ട് മരണം മുമ്പിൽ വന്നു നിന്ന സാഹചര്യങ്ങളിലാണ് മരണത്തിന് വിധിക്കപ്പെട്ടവനെ പോലെ ലോകം എന്നെ കല്ലെറിയാൻ നിന്നപ്പോഴാണ് ക്രിസ്തുവിന്റെ സന്തോഷം എന്നിലേക്ക് വന്നത്. അതുകൊണ്ടൊക്കെ ഞാനത് സംസാരിക്കുന്നത് കേട്ടോ. രക്തഞ്ചേ ലോക സന്തോഷം സഹോദരി ശാശ്വതമല്ല കേട്ടോ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്തോഷം നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ സന്തോഷം പൂർണ്ണമായി മാറും. നീ ഒരു സ്ഥലത്തും പരാജയപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ടാണ് യേശു ലോകത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്നത്. അതേസമയം ഏതൊരു മനുഷ്യനെ നോക്കിയാലും സ്വാഭാവികമായ സന്തോഷം അവനുണ്ട്. ഏതൊരു മനുഷ്യനെ നമ്മൾ ചിന്തിച്ചാലും അവന്റെ ഉള്ളിൽ സ്വാഭാവികമായ ഒരു സന്തോഷത്തെ ദൈവം വെച്ചിട്ടുണ്ട്. അല്ലേലിയ ചിലർക്ക് വായ്ക്ക് രുചിയുള്ള നല്ല ആഹാരങ്ങൾ നമുക്ക് ഭക്ഷിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടായി. വായ്ക്ക് രുചിയുള്ള സന്തോഷം വീട്ടിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും കടയിൽ നിന്നായാലും കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? വളരെ സന്തോഷമുണ്ടാകും. അല്ലേലിയ ചില ആളുകൾക്ക് നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാകും. നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാകും. ചില കാര്യങ്ങൾക്ക് ചില ആളുകൾ നല്ല ഉദ്യോഗക്കയറ്റം കിട്ടുമ്പോൾ, നല്ല സാലറി കിട്ടുമ്പോൾ, ജോലിയിൽ ഉയർച്ച കിട്ടുമ്പോഴൊക്കെ വളരെ സന്തോഷമുണ്ട്. പ്രേക്ഷകരോ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൃഷിയുടെ വിളവെടുപ്പ് നടക്കുമ്പോൾ നല്ല ഫലം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ കാട് മാട് കന്നുകാലികളെ വളർത്തുമ്പോൾ അത് പെറ്റുപെരുകി വലുതായി അതിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ്. അല്ലേലിയ അങ്ങനെ എല്ലാ മേഖലയിലും സന്തോഷിക്കുവാൻ ദൈവം മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഒരു സന്തോഷം വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ സന്തോഷമൊക്കെ നിനക്കുള്ളപ്പോൾ തന്നെ ഈ സന്തോഷത്തിന്റെ ഉറവിടമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആരെന്ന് നീ ഒന്ന് തിരിച്ചറിയണം. ജോലി നിനക്ക് സന്തോഷം കിട്ടുമ്പോൾ, സാലറി കൂട്ടി കിട്ടുമ്പോൾ, സ്ഥാനക്കയറ്റം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ വീട് വെക്കുമ്പോൾ, വണ്ടി വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ, കൊച്ചുമക്കളുണ്ടാകുമ്പോൾ, പേരക്കിടാങ്ങളുണ്ടാകുമ്പോൾ, നീ വിദേശത്തേക്ക് പോകുമ്പോൾ, അല്ലേലുയ്യ നിനക്ക് നല്ല ഭക്ഷണം കിട്ടുമ്പോഴൊക്കെ നീ അല്ലെങ്കിൽ സന്തോഷിക്കുമ്പോൾ, അല്ലേലിയ അതൊക്കെ ദൈവം നിനക്ക് അനുവദിച്ച് തന്നതാണെന്നൊരു ബോധ്യം ഉണ്ടാകണം. ഈശ്വരോ ജടിക സന്തോഷങ്ങളിൽ ഒരിക്കലും നിങ്ങൾ വഴുതി വീഴരുത്. അല്ലേലിയ പാപത്താൽ നിറയപ്പെട്ട സന്തോഷങ്ങളുണ്ട്. ഫ്രീസറോ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിനക്ക് സന്തോഷമുണ്ടാകണം. നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിൽ സന്തോഷമുണ്ടാകണം. ചിലർക്ക് അനീതി ചെയ്യുമ്പോഴാണ് സന്തോഷം. ചിലരേക്ക് തല്ലി വെട്ടി മുറിക്കുമ്പോഴാണ്. നോക്കുന്ന വടക്കേന്ത്യയിലൊക്കെ അനേക ക്രൈസ്തവരെ ഉപദ്രവിച്ച് പീഡിപ്പിച്ചിട്ട് ക്രൈസ്തവരെ ഉപദ്രവിച്ചിട്ട് പള്ളിയൊക്കെ തകർത്ത് കളഞ്ഞിട്ട് ഒരു കൂട്ടം ജനം സന്തോഷിക്കുന്നത് കണ്ടിട്ടില്ലേ വടക്കേന്ത്യ? അങ്ങനെ അൾജീരിയയിലേക്ക് നോക്കിയാലും, സിറിയയിലേക്ക് നോക്കിയാലും, സുഡാനിലേക്ക് നോക്കിയാലും, ആഫ്രിക്കയുടെ ചില ദേശങ്ങളിലേക്ക് നോക്കിയാലും ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കിയിട്ട് അട്ടകച്ചിച്ച് സന്തോഷിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ന്യായവിധി നിനക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ന്യായവിധി നിനക്ക് ദൈവം വെച്ചിട്ടുണ്ട് സഹോദര. നീ ഇവിടെ സന്തോഷിച്ചതിനൊക്കെ കണക്ക് നിന്നോട് ദൈവം എണ്ണി ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്.
നീ എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം എതിർത്താലും എന്തെല്ലാം എതിർപ്പുമായിട്ട് വന്നാലും ഇത് പറയുക തന്നെ ചെയ്യും കേട്ടോ. ഹല്ലേലൂയ. ഒരു ജീവിതം മാത്രമേ ഉള്ളൂ ഈ ഭൂമിയില്. അതുകൊണ്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ, ഇപ്പം കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ദൈവമക്കളെ ഉപദ്രവിച്ചും പീഡിപ്പിച്ചും ബൈബിൾ വലിച്ചെറിഞ്ഞും ബൈബിൾ കത്തിപ്പിച്ചും ക്രൈസ്തവ പുരോഹിതന്മാരെ, ക്രൈസ്തവ കന്യാസ്ത്രീകളെ വേട്ടയാടി പിടിച്ച് അവരെ കുന്നുകളഞ്ഞ് തടവിലാക്കി തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം വാങ്ങിയെടുത്തിട്ടൊക്കെ സന്തോഷിക്കുന്ന റോതാവേ, ദൈവത്തിന്റെ ഭയാനകമായ ന്യായവിധി വന്നുകൊണ്ടിരിക്കുക. ഈശ്വരോ, അങ്ങനെ സന്തോഷിക്കുന്നവരുണ്ട്. ചിലർക്ക് ഈ ലോകത്തിന്റെ ലൗകിക സുഖങ്ങളാണ്, അതിലെ സന്തോഷിക്കുന്നത്. ചിലർക്ക് കൈക്കൂലി വാങ്ങുന്നതിലുള്ള സന്തോഷമാണ്. കൈക്കൂലി വാങ്ങി സന്തോഷിച്ച അനവധി ആളുകളെ കഴിഞ്ഞ നാളിൽ വിജിലൻസ് പിടിച്ച് സന്തോഷം തീർന്നുപോയി. ഹല്ലേലൂയ. അനവധി പ്രതികളെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് അതിദാരുണമായി ക്രൂരമായി ഉപദ്രവിച്ച് സന്തോഷിച്ച പലരും ഇന്ന് ജോലി നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുക. ഹല്ലേലൂയ. സ്വതം അല്ലേ, വരല്ലേ സ്വതം. അനേർക്ക് ദൈവ്യാഗ്രഹം പയാല് കൊള്ള പലിശ വാങ്ങും ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ കൊടുക്കും സന്തോഷം അങ്ങ് പോകും. എൻ്റെ ലോക സന്തോഷമൊക്കെ നിന്നെ തകർക്കുന്നതാ സോദാവി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കണം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കണം. വൈസലോ, അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ ഉള്ളിൽ ആരുടെ സന്തോഷമാണ് ഇരിക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സന്തോഷം വരണം കേട്ടോ. ജീവിതത്തിൽ ഏതെല്ലാം മേഖലയുടെ നീ യാത്ര ചെയ്താലും സന്തോഷം ക്രിസ്തുവിനെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ജീവിക്കുമ്പോൾ ഭാര്യയുടെ സന്തോഷം ഭർത്താവിന്റെ സന്തോഷം പരസ്പരം കൈമാറുമ്പോൾ തന്നെ അതിന്റെ നടുവിൽ ക്രിസ്തുവിന്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. ഇല്ലെങ്കിലെ കുടുംബം ചിന്ന ഭിന്നമായി മാറും. ഇന്ന് നല്ല ഉപദേശം കേൾക്കാൻ ആരുമില്ല. നല്ല ഉപദേശം കേട്ട നല്ല സന്തോഷം ഉണ്ടാകും. ഹല്ലേലൂയ. സ്തോത്രം. ചില സഭകളിലൊക്കെ ദൈവത്തിന്റെ വചനം അതിശക്തോടെ പറഞ്ഞ പാപത്തെക്കുറിച്ച് യഥാർത്ഥമായി വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ചില സന്തോഷമൊക്കെ കിട്ടുപോകും. ഹല്ലേലൂയ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന വചനം ജീവിത വിശുദ്ധിയെക്കുറിച്ചാണ് കേട്ടോ. ജീവിത വിശുദ്ധിയെക്കുറിച്ചും ഒരു മനുഷ്യൻ എങ്ങനെ നിത്യതയിലെത്താം എന്നുള്ളതിനെ കുറിച്ചാണ് എന്റെ കൂടുതൽ ചിന്തകൾ. കാരണം എനിക്ക് നിത്യതയിലെത്തണം, അതുകൊണ്ട് ഞാൻ അതാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രസംഗിക്കും, ചിലരുടെ മുഖമൊക്കെ അങ്ങോട്ട് കറക്കും, ചിലർക്കൊക്കെ ഉറക്കം അങ്ങോട്ട് വരും. ഹല്ലേലൂയ. ചിലർ പിറുപിറുക്കാൻ തുടങ്ങും, പിന്നെ ചിലർക്ക് ക്ലോക്കിലേക്ക് നോക്കാൻ തുടങ്ങും, ടൈമായി എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് പോകാൻ. കാരണം അവരൊക്കെ ലോകത്തിന്റെ സന്തോഷം അനുഭവിച്ചവൻ, ലോകത്തിന്റെ സന്തോഷത്തിൽ നിൽക്കുന്നവൻ യഥാർത്ഥ സന്തോഷം ക്രിസ്തുവിന്റെ സന്തോഷത്തെക്കുറിച്ച് വിശുദ്ധിയുടെ വചനം കേൾക്കുമ്പോൾ അവനെ പിശാച് അവിടെ ഇരുത്താൻ ശ്രമിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കള് അവൻ വലിയ വലിയ അവൻ ലോക സന്തോഷം അന്വേഷിച്ചു പോയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ കാലം നമുക്കറിയാം, MDMA, സിന്തറ്റിക് ഷാമ്പ്, അങ്ങനെ തുടങ്ങിയ അനവധി മയക്കുമരുന്ന് ലഹരികൾ ഉപയോഗിച്ചിട്ട് പലരും സന്തോഷിക്കുക. നിങ്ങളുടെയൊക്കെ അവസാന നാളുകളാണ്. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ നിനക്ക് വേണ്ടി ആ കാൽവരി കുരിശിൽ വില കൊടുത്തത് ഓർത്താൽ, കർത്താവിന്റെ ശരീരം കാൽവറിയിൽ ഉഴവുചാല് പോലെ കീറി അവന്റെ അവസാനത്തുള്ള രക്തം വരെ തന്നു. നിന്റെ നീ ലോകത്തിൽ സന്തോഷിച്ചതിന് പകരമായി അവൻ തലയിൽ മുൾക്കിരീടം അണിഞ്ഞു. നീ ലോകത്തിൽ സന്തോഷിച്ച മുഖാന്തരം അവൻ കൈകാലുകളാൽ കാരിരുപ്പാണി തറയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ. നീ ലോകത്തിൽ സന്തോഷിച്ച് നിന്റെ പാപ സന്തോഷത്തെ നിന്റെ ഉള്ളിൽ നീക്കി കർത്താവിന്റെ സന്തോഷം നിന്റെ ഇരിപ്പാൻ വേണ്ടി അവൻ ക്രൂശിൽ നിനക്ക് വേണ്ടി പരമയാഗമായി മാറി. നീ അത് മറന്നു പോകരുത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ സന്തോഷം നമ്മൾ ഇരിക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. മോശയെക്കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. മോശയ്ക്ക് വേണമെങ്കിൽ മിസ്രയീമിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുസരിച്ച് ജീവിച്ച് ഫറവോന്റെ പുത്രിയുടെ മകനായി മിസ്രയീമിന്റെ ഫറവോ ആധിപത്യം മിസ്രയീമി രാജാവായിട്ട് വേണമെങ്കിൽ മോശയ്ക്ക് അവിടെ കഴിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ മോശ എന്താണ് ചെയ്തത്? അതുകൊണ്ട് മോശ പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. പ്രതിഫലം നോക്കിക്കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ മിസ്രയീമിൽ ഒരുപാട് നിക്ഷേപങ്ങളുണ്ട്. അതിലൊന്നും മോശ നിക്ഷേപം ക്രിസ്തുവിന്റെ നിന്ന വലിയതെന്ന് കണ്ടു. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് കണ്ടു. മോശയെ കണ്ടോ?
ലോകത്തിലെ സന്തോഷം അനുഭവിച്ചില്ല കേട്ടോ. ആ മിസ്രൈമിലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളുണ്ട്. കൊട്ടാരത്തിൽ ജീവിക്കുന്നവനാ, സുഖലോലുപ ജീവിതം, രാജകീയ പദവിയാ, ഫറവോന്റെ പുത്രിയുടെ മകൻ, വളർത്തുമകനാ ലരിയ, കൊട്ടാരത്തിന്റെ സകല ചുമതലകളും ഉള്ളവനാ. പക്ഷേ അതിനെ നിരസിച്ച് ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി പൗലോസ് ക്രിസ്തുവിൽ സന്തോഷിച്ചു. പൗലോസ് പറഞ്ഞു, എനിക്ക് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കുന്ന സന്തോഷം എനിക്ക് വേണ്ട, മിസ്രൈമിലെ നിക്ഷേപങ്ങളുടെ സന്തോഷം എനിക്ക് വേണ്ട, എനിക്കെന്റെ സന്തോഷം എന്റെ ക്രിസ്തുവിൽ മാറി. എന്റെ സന്തോഷം ക്രിസ്തുവിലാണ്. അതുകൊണ്ട് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെ പൗലോസ് സന്തോഷിക്കുക. നിനക്കനി കഴിയുമോ ശ്രോതാവേ? ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒറ്റ ജീവിതം മാത്രമേ കേട്ടോ, രണ്ടാമതൊരു ജീവിതമില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ശ്രോതാക്കളെ, നീ ലോകത്തിന്റെ സന്തോഷം തേടിപ്പോയി അവസാനം നിത്യ നരകത്തിൽ ചെന്ന് ചാടരുത്. നിനക്ക് വേണ്ടി അമല്യ പിശാച് വല വിരിച്ചുകൊണ്ടിരിക്കുക. നിന്നെ ഏതെങ്കിലും മാർഗത്തിൽ വലയിൽ വീഴിക്കുവാൻ വേണ്ടി വേട്ടക്കാരൻ പക്ഷികളെ കെണിയിലകപ്പെടുത്താൻ വേണ്ടി വല വിരിച്ചിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സാത്ത നിന്നെ കെണിയിലകപ്പെടുത്തുവാൻ അവൻ നിനക്ക് വേണ്ടി വല വിരിച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ സുഖലോലുപമായ കാര്യങ്ങളെ നിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ, നിന്റെ ജഡത്തിന്റെ മുമ്പിൽ കൊണ്ടെത്തുന്ന നിന്റെ ഹൃദയത്തിനകത്ത് അതിനെക്കുറിച്ച് ആഗ്രഹം തന്ന്, മോഹം തന്ന് നിന്നെ പാപത്തിലേക്ക് വീഴ്ത്തും. പ്രവേശനോ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, എന്റെ സന്തോഷം നിങ്ങളിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് സംസാരിച്ചിരിക്കുന്നു. വ്യക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ സന്തോഷം ആരുടെയാ? ഇവിടെ ക്രിസ്തുവിന്റെ, അല്ലയ്യ യേശു ക്രിസ്തുവിന്റെ ആഗ്രഹം എന്താണ്? അവന്റെ സന്തോഷം നിങ്ങളിൽ നിലനിൽക്കണം എന്നുള്ളതാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ആഗ്രഹം എന്താണ്? യേശു ക്രിസ്തുവിന്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കണം. ആ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിക്കണം. ആ സന്തോഷം നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. മാത്രമല്ല, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായിരിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവ് നിങ്ങൾക്ക് പാപക്ഷമയും നൽകി. താങ്കൾ ഒരു കൊടിയ പാപിയായിരുന്നു ശ്രോതാവേ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകത്തിൽ ഒരു നീതിമാനുമില്ല. നീതിമാനെന്ന് ചമഞ്ഞ് നീതിയുടെ വസ്ത്രം ധരിച്ച് നടക്കുന്ന മറ്റുള്ള ഒരാൾ, ഞങ്ങൾ നീതിമാനെന്ന് വാനോളം ഉയർത്തി പുകഴ്ത്തി നടക്കുന്നവരൊക്കെ നീതിമാന്മാരല്ല കേട്ടോ. ഈ ലോകത്തിൽ ഒറ്റ നീതിമാനെ നിങ്ങൾക്ക് കാണിച്ചു തരാവും. ഒറ്റ നീതിമാനുമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടു പോയി. എവിടെ വെച്ച്? ഏദൻ തോട്ടത്തിൽ ആദാം അവ്വ പാപം ചെയ്തപ്പോൾ തന്നെ നീതിമാനുള്ള പദവി നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഇവിടെ നീതിമാൻ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾ നീതിമാനാണെന്ന് പറയുന്നവരോട് പറയട്ടെ, മനുഷ്യന്റെ നീതിപ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണി പോലെയെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചാൽ കാണാൻ കഴിയും. മനുഷ്യന്റെ നീതിപ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണി പോലെ. ലോകത്തിൽ നീതീകരിക്കുന്നവർ അനവധി ആളുകളുണ്ട്. പക്ഷെ കർത്താവ് പറയാണ്, എന്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിലിരിക്കാൻ വേണ്ടി നിനക്ക് ഞാൻ പാപക്ഷമയെ കൂടെ തരിക. അത് എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, നിന്റെ കൊടിയ പാപങ്ങളെ ക്ഷമിച്ചു നൽകുവാൻ ഇവിടുത്തെ മതങ്ങൾക്ക് കഴിയില്ല, മത നേതാക്കന്മാർക്ക് കഴിയത്തില്ല. നിന്റെ കൊടിയ പാപത്തെ ക്ഷമിക്കുവാനുള്ള അധികാരവും അതിനുള്ള സംവിധാനങ്ങളൊന്നും മതത്തിനോ മത നേതാക്കന്മാർക്കോ ലോകത്തിലുള്ള ഒരു സംവിധാനങ്ങൾക്കോ കഴിയില്ല. നിന്റെ പാപത്തെ ക്ഷമിച്ചു തരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. പാപപരിഹാരകൻ യേശു ക്രിസ്തുവാണ്. മാനവകുലത്തിന്റെ മുഴുവൻ ഇവിടെ ജനിച്ചു മരിച്ചവരും ഇപ്പോൾ ജീവിക്കുന്നവരും ജനിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും സകലരുടെയും പാപത്തിന് ക്ഷമ നൽകും, പാപത്തെ ക്ഷമിച്ചു നൽകുന്നവൻ, പാപത്തിന് പരിഹാരം നൽകുന്നവൻ കർത്താവായ യേശു ക്രിസ്തു ആകട്ടോ. പ്രവേശനോ രക്തം ചെയ്യും. അവിടെ നിങ്ങൾ നീതിമാൻ എന്ന് ചമഞ്ഞ് ഞാൻ നല്ല പുള്ളിയെ വിശുദ്ധനാണെന്ന് പറഞ്ഞ് നടക്കണ്ട കേട്ടോ. പാപിയാ താങ്കൾ. നിങ്ങൾക്ക് സഹോദരി നീ പാപിയാ, നിങ്ങൾക്ക് സഹോദരൻ നീ പാപിയാ. നിനക്ക് ഉയരുവാൻ കഴിയില്ല, ഉയർച്ച പ്രാപിക്കാൻ കഴിയും, സന്തോഷിപ്പാൻ കഴിയുന്നില്ല. എന്തും നിനക്ക് കണ്ണുനീരല്ലേ? നിനക്കെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടോ, എല്ലാം ആനന്ദമുണ്ട്. പക്ഷെ നിനക്ക് സമാധാനമുണ്ടോ? ഇല്ല. നിനക്ക് സന്തോഷമുണ്ടോ? ഇല്ല. നിന്റെ സന്തോഷം എവിടെ പോയി? പിശാച് അപഹരിച്ചു കൊണ്ടുപോകും.
പ്രിയസരം. അപ്പൊ കർത്താവ് പറയാണ്, എന്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കണം, അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ പാപക്ഷമ നൽകി. രക്ഷയുടെ സന്തോഷത്തെ കർത്താവ് നമുക്ക് നൽകി. രക്ഷയുടെ സന്തോഷത്തെ കർത്താവ് നമുക്ക് നൽകി. അല്ലേ? നമുക്ക് രക്ഷയുടെ സന്തോഷത്തെ കർത്താവ് നൽകി എന്ന് പറയുമ്പോൾ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അല്ലേ 12-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 12-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലേ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്നും വെള്ളം കോരും. നീ ജനിക്കുന്നതിന് മുമ്പേ പ്രവാചകൻ പറഞ്ഞു, എന്നെ കേൾക്കുന്ന മാതാപിതാ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്, ഒന്നും കൂടെ പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പേ പ്രവാചകൻ എഴുതി വെച്ചു, എഴുതി വെച്ചു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. അല്ലേരിയ. ഇവിടെയും ദൈവത്തിന് പറയുന്നതാണ്, അല്ലേരിയ, ആമൻ. രക്ഷയുടെ സന്തോഷം ദൈവം നമുക്ക് നൽകി. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 1 വായിച്ചാലും ആമേ ഹന്ന പ്രവചനത്തിന്റെ ആത്മാവിൽ അവൾക്ക് ലഭിച്ച നന്മയുടെ സന്തോഷത്തെ വിളിച്ചു പറയുന്ന കാണാൻ കഴിയും. ഹല്ലേലൂയ. ഹന്നയുടെ കണ്ണുനീര് കണ്ട ദൈവം ഹന്നയുടെ കണ്ണുനീരിന് മറുപടി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവൾ സന്തോഷത്തോടെ പ്രവചിച്ചൊരു പാട്ടുപാടി. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എന്റെ കൊമ്പ് യഹോവയിൽ ഉയർന്നിരിക്കുന്നു, എന്റെ വായ് ശത്രുക്കളെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. അന്നയും പറയാണ്, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. അത് നമ്മൾ കർത്താവിന്റെ രക്ഷയിൽ വേണം സന്തോഷിക്കാൻ. ലോകത്തിലല്ല ശ്രോതാവെ സന്തോഷിക്കേണ്ടത്, യേശു നിനക്ക് തരുന്ന രക്ഷയിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ. പാപിയായ മനുഷ്യ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്, നീ ഈ ലോകത്തിലല്ല സന്തോഷിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രവാചകൻ യെശയ്യാവ് പറഞ്ഞ പോലെ, പഴയ നിയമത്തിൽ ഹന്ന പറഞ്ഞതുപോലെ കർത്താവിന്റെ രക്ഷയിൽ നീ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്തു പോയ മനുഷ്യൻ നിലവിളിച്ചതും അറിയാമല്ലോ, അല്ലേ? പാപം ചെയ്തു പോയ മനുഷ്യൻ, സന്തോഷം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ വേദവസ്തു നിലവിളിച്ചിട്ടുണ്ട്. 51-ാം സംഗീതം 10 തൊട്ട് വായിക്കണം. ദാവീദിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. പാപം ചെയ്തിട്ട് വലിയ മാന്യനായിട്ട് നീതിമാനായിട്ട് പട്ടുപ്പാവിൽ ആമി നടന്നു ഉലാവി കൊട്ടാരത്തിനകത്ത് സുഖിച്ച് ജീവിക്കുക ദാവീദ് രാജാവേ. ദൈവം തന്റെ ദാസനായിരിക്കുന്ന പ്രവാചകനായിരിക്കുന്ന നാഥാനെ ആ കൊട്ടാരത്തിലേക്ക് അയച്ചിട്ട് ദാവീദിന്റെ പാപം അങ്ങോട്ട് വെളിപ്പെടുത്തി. അപ്പോൾ ദാവീദ് പാപബോധം വന്നിട്ട് നിലവിളിച്ചു, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിൽ പുതുക്കണമേ. നിന്റെ സാന്നിധ്യം നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവൻ എന്നെ എടുക്കരുതേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അപ്പൊ ഇവിടെ ദാവീദ് പറയാൻ, രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ. അതേ സ്നേഹിത, രക്ഷയുടെ സന്തോഷം. ദാവീദിനെ പോലെ പാപത്തിൽ വീണ് കിടക്കുന്ന, ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ വീണ് കിടക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, രക്ഷയുടെ സന്തോഷം നീ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് സംസാരിച്ചിരിക്കുന്നു. രക്തം ചെയ്യും. ഇത്ര നല്ല കർത്താവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തെ, യേശുവിന്റെ നാമത്തിൽ ലോകരക്ഷിതമായിരിക്കുന്ന കർത്താവിന്റെ നാമത്തെ നിഷേധിച്ചുകൊണ്ട് യേശു ദൈവമല്ലെന്ന് പറയുന്ന മൂഢന്മാർ. എറണാകുളത്ത് ഒരു ദൈവദാസനുണ്ട് കേട്ടോ, ഒരു പാസ്റ്ററുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജാണ്, യേശു ദൈവമാണെന്ന് എവിടെയെങ്കിലും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? യേശു ദൈവമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞു? വിട്ടിത്തരം വിളിച്ചു പറയുന്ന അനുമതി ആളുകൾ നമ്മുടെ ഇടയിൽ എഴുതിയിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. യേശു തന്നെയാ ദൈവം കേട്ടോ. നിനക്കറിയത്തില്ല, പഠിച്ചു. യേശു തന്നെയാ രക്ഷ, സന്തോഷം. യേശു തന്നെയാണ് ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. വേദപുസ്തകം ശരിക്കും വായിച്ചാൽ മനസ്സിലാവുമല്ലോ. ഇനി ഹല്ലേലൂയ. അപ്പൊ ഇവിടെ യേശു പറയാണ്, അല്ലെങ്കിൽ രക്ഷയുടെ സന്തോഷം. അപ്പം പരിശുദ്ധാത്മാവിൽ ഓരോരുത്തരെയും ദൈവം നിറങ്ങി രക്ഷയുടെ സന്തോഷം നിനക്ക് തന്നു കഴിയുമ്പോൾ, കർത്താവിന്റെ സന്തോഷം നിന്റെ ഉള്ളിൽ വരുമ്പോൾ, ദൈവം നിന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നിന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. റോമാലേഖനം 14-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചു. ഹല്ലേലൂയ. രേഖപ്പെടുത്തി വെച്ചു. ഹല്ലേലൂയ. 14:17. ഹല്ലേലൂയ. എന്താണ്? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനാൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, തീറ്റയും വയറും അല്ല വിഷയം കേട്ടോ. ചിലർക്ക് തീറ്റയും കൂടിയും മാത്രമാണ് വിഷയം. തിന്നണം, കുടിക്കണം, നടക്കണം, ജീവിക്കണം.
ഇന്നത്തെ കാലഘട്ടത്തിൽ വീട്ടിൽ പോലും പണിയെടുക്കാൻ പറ്റില്ല, വീട്ടിൽ പോലും ആഹാരം ഉണ്ടാക്കി കഴിക്കാതെ ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിക്കുന്നവരാ. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞിടെ ഒരാളോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, കടയിൽ ഇഷ്ടംപോലെ സാധനം കിട്ടുമല്ലോ, വാങ്ങി കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞേ, എൻ്റെ ഭാര്യ മരിച്ചിട്ട് ഏകദേശം ഈ ഏപ്രിൽ മാസം 3 വർഷമൊക്കെ പോവുക. ഈ 3 വർഷത്തിനിടയിൽ എൻ്റെ ഭാര്യ മരിച്ച് 3 വർഷം തികയാറാകുന്ന ഈ കാലഘട്ടത്തിനിടയിൽ ഞാൻ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മകൾ ബാംഗ്ലൂരിൽ പഠിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം അവളുടെ കൂടെ പോയപ്പം, അവളുടെ അരികെ പോയപ്പം അങ്ങനെ അവളോടൊപ്പം 2 പ്രാവശ്യം ഭക്ഷണം കഴിച്ചതല്ലാതെ മാമ ഒരിക്കൽ പോലും പുറത്തൊന്നും ഭക്ഷണമില്ല. ചിലരുടെ രീതി എന്ന് പറഞ്ഞാൽ എന്തോ, തിന്നണം, വയറ് നിറയ്ക്കണം, സന്തോഷിക്കണം, അല്ലേ? അതുകൊണ്ട് അവർ എന്തും ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ കർത്താവ് പറയുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം അത്രേ. അല്ലേരിയ. ഈ സഭയ്ക്കകത്ത് പോലും വന്ന് ഈ ഭക്ഷണം കൊടുക്കുന്ന സഭകളുണ്ട്. ഈ സഭയ്ക്കകത്ത് ഭക്ഷണമൊക്കെ വിളമ്പുമ്പം അതിച്ചിരി കുറഞ്ഞു പോയി പിറുവിറുക്കുന്നവര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഭയ്ക്കകത്ത് ഭക്ഷണം വിളമ്പി കൊടുത്തപ്പം പിറുവിറുത്ത് വെച്ച കറി കുറഞ്ഞു പോയി, ഇച്ചിരി ഇറച്ചി കുറഞ്ഞു പോയി. അത് കുറഞ്ഞ പിറുവിറുക്കുന്ന എത്ര പേരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കുട്ടികളടക്കം എവിടെല്ലാം ഞാൻ കണ്ടിരിക്കുന്നു. ചില കല്യാണത്തിനൊക്കെ പോയാൽ, ദൈവമക്കൾ വിളിക്കുന്ന കല്യാണത്തിനൊക്കെ പോയാൽ, ആ കല്യാണത്തിന് എന്തെങ്കിലും ഇഷ്ടം ഭക്ഷണം കുറഞ്ഞു പോയാൽ, എന്തെങ്കിലും സാധനം കുറഞ്ഞു പോയാൽ അവിടെ കിടന്നുണ്ടാക്കുന്ന കോലം കണ്ടിട്ടില്ലേ നിങ്ങള്? ഭക്ഷണം കുറഞ്ഞു പോയി. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ജീവിക്കേണ്ടത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല. അല്ലേലൂയ. ഭക്ഷണത്തിനും പാനീയത്തിനും വേണ്ടിയിട്ടല്ല. ആത്മീയ ഭക്ഷണം കഴിക്കണം ദൈവമക്കൾ. അതുകൊണ്ടാണ് കർത്താവ് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ഹല്ലേലൂയ, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം എത്രയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെയും കർത്താവിന്റെയും ചിന്ത ഒരുപാട് വ്യത്യാസത്തിലാകട്ടോ. നമ്മൾ ഏതെങ്കിലും വഴിയിലൊക്കെ കാട് കയറി ചിന്തിക്കുന്ന, കർത്താവ് യഥാർത്ഥമായി സത്യം പറഞ്ഞു തരുന്നു, രക്തം ചെയ്യും. അപ്പൊ എന്താണ് നമ്മൾ ദൈവത്തോട് ചെയ്യുക? അപ്പം യേശു ക്രിസ്തു നിങ്ങളോടുകൂടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് സന്തോഷമായിരിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. യേശു നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടിരിക്കാൻ കഴിയും. കണ്ണുനീരാണെങ്കിൽ, ദുഃഖമാണെങ്കിൽ, ദാരിദ്ര്യമാണെങ്കിൽ, സാമ്പത്തിക ഞെരുക്കമാണെങ്കിൽ, കടബാധ്യതയാണെങ്കിൽ, രോഗമാണെങ്കിൽ, അല്ലേറിയ നീ നിരാശപ്പെട്ടിരിക്കുന്ന ഏത് മേഖലയാണോ, യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ അവിടെ എല്ലാം സന്തോഷവതിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവില് നീ കഷ്ടപ്പാടുകൾ ആധിക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, അനവധി നിന്ദയും പരിഹാസങ്ങളും നിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ, അവിടെ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ സന്തോഷം നിന്റെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ നീ ഒരു സ്ഥലത്തും പരാജയപ്പെട്ടു പോയില്ല. രക്തം ചെയ്യും. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതം ഈ ലോകത്തിലെ സന്തോഷത്തിന് വേണ്ടിയാകരുത്. നിന്റെ ജീവിതം ലോകപ്രകാരം നീ സന്തോഷിക്കുവാനല്ല, ക്രിസ്തുവിലുള്ള സന്തോഷം നീ കണ്ടെത്തണം. അതുകൊണ്ട് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യം സന്തോഷിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ അയക്കുന്ന പൗലോസ് ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും സന്തോഷിക്കാൻ പറയുന്നത്. അല്ലേലൂയ. പൗലോസ് ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടക്കുക. സാധാരണ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നവരാരും, ജയിലിൽ കിടക്കുന്നവരാരും അവർക്ക് സന്തോഷമില്ല. അല്ലേലൂയ. ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ളതുകൊണ്ടാണ്. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എനിക്ക് സന്തോഷമൊന്നുമില്ലായിരുന്നു. ഞാൻ ജയിൽ മിനിസ്ട്രിക്ക് പോയിട്ടുണ്ട്. ജയിൽ മിനിസ്ട്രിക്ക് പോയപ്പോൾ ഞാൻ പല്ല് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരാരും സന്തോഷമില്ല. നമ്മൾ ജയിൽ മിനിസ്ട്രിക്ക് അവിടെ ചെല്ലുന്ന ഉടനെ അവർ പറയും, എന്റെ പാസ്റ്ററെ ഞങ്ങളുടെ വീട്ടിലെങ്കിലും വിവരം പറയും, എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും 2 ജാമ്യക്കാരുണ്ടാകണം, ഇവിടെ കിടന്ന് മടുത്തു, ഇവിടെ ഇനി കിടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന അനവധി സഹോദരന്മാരെ കണ്ടിട്ടുണ്ട്. ഞാനും അങ്ങനെ കിടന്നിട്ടുണ്ട്. പക്ഷേ ജയിലിൽ കിടക്കുന്നവന് ഒരിക്കലും സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല എന്ന് ദൈവവചനം പറയുമ്പോൾ, അപ്പോസ്തലൻ അയക്കുന്ന പൗലോസ് സുവിശേഷം മുഖാന്തരം ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ പൗലോസ് അടയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് ഇങ്ങനെ എഴുതി. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതി, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ പിന്നെയും പറയുന്നു. പൗലോസ് എവിടെ കിടക്കുന്നത്? കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹത്തിൽ കിടന്ന് സന്തോഷിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പൗലോസാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ കാരാഗ്രഹത്തിൽ ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ കാരാഗ്രഹത്തിൽ ചെല്ലുന്നവരെ പിടിച്ചു പറിച്ചും മോഷണം നടത്തിയും കൊള്ളയടിച്ചും കൊലപാതകം നടത്തിയും വിവിധ നിലയിൽ അക്രമം ഉണ്ടാക്കി
വ്യഭിചാരം ചെയ്തും ബലാത്സംഗം ചെയ്തും പീഡിപ്പിച്ചും ക്രൂരമായി വിനോദങ്ങൾ അകപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് നിയമപരമായി ജയിലിൽ ചെന്നവര് പലരും കണ്ണുനീരോടെയാണ് ജയിലിൽ കിടക്കുന്നത്. അവർക്കൊന്നും സന്തോഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ പൗലോസ് ജയിലിൽ പോയത് ഇവിടെ പിടിച്ചു പറിച്ച് മോഷ്ടിച്ച് അപഹരിച്ചെടുത്തതുകൊണ്ടല്ല, ക്രിസ്തുവിന്റെ സന്തോഷം പറഞ്ഞു കൊടുത്തതുകൊണ്ടാണ്. ക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ച്, ക്രിസ്തുവിലുള്ള സന്തോഷത്തെക്കുറിച്ച്, ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് പൗലോസ് പ്രസംഗിച്ചത് കൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയ കാരാഗ്രഹത്തിലെത്തിയത്. ആ കാരാഗ്രഹത്തിൽ കടന്നപ്പോഴും ക്രിസ്തുവിന്റെ സന്തോഷം പൗലോസിലിരിക്കുന്നത് കൊണ്ടും ആ സന്തോഷം പൂർണ്ണമായതുകൊണ്ടും പൗലോസും കാരാഗ്രഹത്തിൽ വിളിച്ചു പറഞ്ഞു, കർത്താവിൽ പിന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുക. പിന്നെ ഞാൻ പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഈ മനുഷ്യൻ പറഞ്ഞു വെച്ച ആ വചനത്തിന്റെ ഭാഗങ്ങളെ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചത് ഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ലോകം നമുക്ക് അനുകൂലമല്ല കേട്ടോ. ഈ ലോകത്തിലെ സന്തോഷങ്ങളൊന്നും ശാശ്വതമല്ല, എല്ലാം താൽക്കാലികമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ 1-2 പേര് ഒന്നിച്ചു പോയി കള്ളു കുടിക്കും. കള്ളു കുടിച്ചിട്ട് അവസാനം കള്ളുഷാപ്പിൽ കിടന്ന് അടി ഉണ്ടാകും. എന്നിട്ട് പുറത്തിറങ്ങി തമ്മിൽ അടിച്ച് വെട്ടി കുത്തി മരിക്കുന്ന എത്ര സംഭവങ്ങൾ. സ്വന്തം മാതാപിതാക്കൾ സ്വത്ത് വീതം ചെയ്യുമ്പോൾ, സ്വത്ത് വീതിക്കുമ്പോൾ മക്കൾ തമ്മിൽ അടിപിടി ഉണ്ടാക്കി അപ്പനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, സഹോദരന്മാരെ കൊല്ലുന്നു. സ്വത്തിന് വേണ്ടി എന്തെല്ലാം പ്രശ്നങ്ങളല്ലേ. ഒരിടത്തും സന്തോഷമില്ല. ചൂതാട്ടത്തിലാ ചിലൊക്കെ സന്തോഷിക്കുന്നത്, ചിലൊക്കെ ചൂതാട്ടത്തില്, ചിലൊക്കെ അങ്ങ് വാണിഭത്തിലാണ് സന്തോഷിക്കുന്നത്. ചിലർക്കൊക്കെ ചെറിയ കുട്ടികളെ, മുതിർന്നവരെ, വലിയ പ്രായമുള്ള അമ്മച്ചിമാരെയൊക്കെ പീഡിപ്പിക്കുന്നില്ല ചിലരൊക്കെ സന്തോഷിക്കുന്നത്. ചിലർക്ക് മോഷ്ടിക്കുന്നില്ല സന്തോഷം. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വർണത്തിനൊക്കെ 1.25 ലക്ഷം രൂപ വരെയുള്ള ചിലരൊക്കെ മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്നില്ല സന്തോഷിക്കുന്നത്. മോഷണം നടത്തി സന്തോഷിക്കുക. നിന്റെയൊക്കെ അവസാന നാളുകളാണ് സഹോദരൻ, നിന്റെയൊക്കെ അവസാന നാളുകളാണ്. നീയൊക്കെ ചെയ്യുന്ന ക്രൂരതയുടെ ഫലം നീയൊക്കെ ഇരുമ്പഴിക്കകത്ത് കിടന്ന് അനുഭവിക്കും കേട്ടോ. പല നാൾ നീ കാക്കും, ഒരു നാൾ നിന്നെ പീഡിക്കും. സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, ലോകത്തിന്റെ സന്തോഷത്തിലേക്ക് നീ പോകരുത്. ലോക സന്തോഷമല്ല നിനക്ക് വേണ്ടിയത്. നിനക്ക് വേണ്ടത് ക്രിസ്തുവിന്റെ സന്തോഷമാണ്. ഹല്ലേലൂയ. ചിലര് കള്ളു കുടിക്കും, ചിലര് കള്ളു കുടിച്ച് കള്ളുഷാപ്പിന്റെ ഇരിക്കും, ബാറിന്റെ പടി കിടന്ന് ഭയങ്കര അടിപിടി ഉണ്ടാക്കും. അടിപിടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു 4 വാങ്ങിച്ചു കെട്ടും. കള്ളുഷാപ്പിന്റെ ബാറിന്റെ മുമ്പിൽ 4 വാങ്ങിച്ചു കെട്ടി അവിടെ മഴം കുടിച്ച് തുപ്പി മുള്ളിയിട്ടതിന്റെ മുകളിലൊക്കെ വീണ് കിടന്നിട്ട് അവിടെ ഇട്ടതിന്റെ പ്രതികാരം തീർക്കുന്നത് വീട്ടിൽ വന്നിട്ടാണ്. അവിടെ തീർക്കുന്നത് വീട്ടിൽ വന്നിട്ട് ഭാര്യയും മക്കളെ എടുത്തിട്ടാക്കി ഇടിക്കും, അപ്പനെ അമ്മയെ എടുത്തിട്ടാക്കി ഇടിക്കും. അങ്ങാടിയിൽ തോറ്റ് തന്നെ അമ്മയോടൊന്ന് പറഞ്ഞല്ല ചിലരൊക്കെ. ഞാൻ എന്നും കാണുന്ന സംഭവം, അല്ലെങ്കിൽ എന്നും കാണുന്ന നിരന്തരം ഇത് കണ്ടു മടുത്ത് കേട്ടോ. സ്തോത്രം. നീ മാനസാന്തരപ്പെട്ട സഹോദര, ക്രിസ്തുവിന്റെ സന്തോഷം. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, എന്റെ സന്തോഷം നിങ്ങൾ ഇരിക്കണം, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാണെന്ന് യേശു പറഞ്ഞത്. നിന്റെ കൂട്ടുകാരോടൊപ്പം നീ കൂടെ നടന്ന് നിനക്ക് സന്തോഷിക്കാൻ കഴിയില്ല. അത് നിന്റെ പാപത്തിലേക്ക് നയിക്കുകയാണ്. ഹല്ലേലൂയ. നീ രാഷ്ട്രീയക്കാരുടെ പുറകെ പോയി നിനക്ക് സന്തോഷം കിട്ടുമെന്ന് ചിന്തിക്കരുത്. രാഷ്ട്രീയക്കാർ നിന്നെ അവസാനം നിന്നെ കൊണ്ടൊന്ന് ജയിലടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും, ഞാൻ രാഷ്ട്രീയത്തിൽ 25 വർഷം പ്രവർത്തിച്ച ആളാണ്, അവസാനം എന്റെ ഗതി അധോഗതിയായി മാറി, അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം വിട്ട്, എനിക്കൊരു രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയക്കാരനും പിന്നാലെ പോകത്തില്ല. ആവശ്യമില്ല. കാരണം അവരെ നമ്മളെ സന്തോഷത്തിൽ കൊണ്ടുവരത്തില്ല. ഒരു മത നേതാവിന്റെ പുറകെ നടന്നാലും സന്തോഷം കിട്ടുന്നില്ല. ഒരു മത നേതാക്കന്മാരൊക്കെ ഭയങ്കര മോഷണക്കാരായി മാറി. മതത്തിന്റെ നേതാക്കന്മാരെ, മതത്തിന്റെ ശുശ്രൂഷകന്മാർ വന്നവരൊക്കെ ഇപ്പം ഭയങ്കര മോഷ്ടാക്കളായി മാറി. ഹല്ലേലൂയ. ഏതെല്ലാം വിധത്തിലാണ് മനുഷ്യൻ സന്തോഷിക്കുന്നത്. അങ്ങനെ വിവിധ നിലകളിൽ സന്തോഷിച്ചവരൊക്കെ ഇപ്പം ജയിലിൽ കിടക്കുക. സ്തോത്രം. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലേലും എന്നെ സംബന്ധിച്ച് എനിക്കൊന്നുമില്ല. കാരണം സത്യം വിളിച്ചു പറയാതിരിക്കാൻ പറ്റുകയില്ല. സത്യം പറയും. അതിന് ജീവൻ കൊടുക്കേണ്ടി വന്നാലും സത്യം വിളിച്ചു പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ആരുടെ സന്തോഷം ഇരിക്കണം? ക്രിസ്തുവിന്റെ സന്തോഷം ഇരിക്കണം. അതാണ് വചനം പറയുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് ഉപദ്രവങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, കുഴപ്പങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ കർത്താവിൽ നിങ്ങളുടെ ഭാരങ്ങളെ ഇറക്കി വെച്ചിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്
ആത്മാവിൽ നിങ്ങൾ സന്തോഷിക്കണം. ലോകത്തിൽ നിങ്ങൾക്ക് എല്ലാ കഷ്ടപ്പാടുകളുണ്ട്, എല്ലാ ഞെരുക്കങ്ങളും ഉണ്ടെന്നേ. നിങ്ങൾക്ക് എല്ലാ പ്രശ്നം, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളെ, ഏതെല്ലാം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ജീവിക്കുന്നതറിയോ? അങ്ങനെ എല്ലാം നിങ്ങൾക്കുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് സന്തോഷം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിക്ക് വരണം. യേശുവിൻ്റെ സന്നിധിക്ക് വന്നിട്ട് കർത്താവിൻ്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിറയണം. യേശുവിൻ്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യണം? ആനന്ദിക്കണം. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ഹബക്കൂക്ക് പ്രവാചകനും പറയുന്നത്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഹബക്കൂക്കിന്റെ പുസ്തകം അല്ലെങ്കിൽ 3-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് പ്രവാചകന്റെ വലിയ വിശ്വസ്തതയെ കുറിച്ചാണ് പറയുന്നത്. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകിയില്ല, ഒരുവരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. ഉണ്ടോ? പ്രവാചകൻ പറഞ്ഞ കേട്ടോ? അല്ലേ? പ്രവാചകൻ പറഞ്ഞ എന്ന് പറയാൻ വായിക്കാം. അത്തിവൃക്ഷം തളർക്കയില്ലെന്നാണ്. ഹല്ലേലൂയ. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ലെന്നാണ്. ഹല്ലേലൂയ. ഒരു വൃക്ഷത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകുന്ന, നിലങ്ങൾ ആഹാരം തരികയില്ലെന്ന്, ആട്ടിൻകൂട്ടം തൊഴുത്തുകൾ നശിച്ചു പോകുമെന്ന്, അല്ലെങ്കിൽ ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാകത്തില്ല. എല്ലാം ശൂന്യമായി മാറിയാലും, എല്ലാം തകർന്ന തരിപ്പണമായി മാറിയാലും, ജീവിതത്തിൽ എടുത്തു പറയത്തക്കതായിട്ടൊന്നുമില്ലെങ്കിലും പ്രവാചകൻ പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഹല്ലേലൂയ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. ഇതൊരു ദൈവഭക്തന് പറയാൻ പറ്റുന്ന വാക്കാ കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, എനിക്ക് ജോലിയിലായിരിക്കാം, കടക്കണിയിലായിരിക്കാം, നിന്റെ സാലറി കിട്ടാതെ വന്നേക്കാം, നീ ഒരുപക്ഷെ രോഗിയായിരിക്കാം, നിന്റെ കുടുംബ ദാരിദ്ര്യത്തിലായിരിക്കാം, കണ്ണുനീരിന്റെ അനുഭവമായിരിക്കാം, ഒരുപക്ഷെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നീ വളരെ ഭാരപ്പെടുന്നവളായിരിക്കാം, അല്ലെങ്കിൽ ഭാരപ്പെടുന്നവനായിരിക്കാം, നിരാശയുടെ അനുഭവം മാത്രമായിരിക്കാം നിന്റെ ജീവിതത്തിൽ. അത് എന്ത് തന്നെ ആയിരുന്നാലും, നീ ഏതെല്ലാം കർഷകർ കടന്നുപോയാലും, പ്രവാചകൻ പറഞ്ഞ പോലെ എങ്കിലും എന്റെ ദൈവത്തിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവമായ കർത്താവിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കുന്ന ഹബക്കൂക്ക് പറഞ്ഞതുപോലെ നിന്റെ കഷ്ടങ്ങളിൽ യേശു കൂടെയുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞുകൊണ്ട് നീ കർത്താവ് യേശു ക്രിസ്തുവിൽ കടന്നു വന്ന കർത്താവിന്റെ സന്തോഷം നിന്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടി നീ ദൈവത്തോട് ചേർന്ന് വസിക്കുന്നെങ്കിൽ ഇന്ന് നീ അനുഭവിക്കുന്ന സകല പരാജയങ്ങളും ദൈവം നിന്നെ വിടിവിക്കും. ഹല്ലേലൂയ. നീ ഒഴുക്കുന്ന കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്, നീ കടന്നു പോകുന്ന വഴികളെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്റെ സാഹചര്യങ്ങൾ അറിയുന്ന ദൈവമുണ്ട്, നിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം അറിയുന്ന ദൈവമുണ്ട്, നിന്നെ സദാ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവിനോട് പറയുക, എന്റെ സന്തോഷം നിങ്ങളിലിരിക്കണം, അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായിരിക്കണം. യേശുവിന്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിലിരുന്നാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. വ്യക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം. അതുകൊണ്ട് 46 സംഗീതം വായിക്കുമ്പോൾ ദൈവം നമ്മുടെ സങ്കേതവും ബലവും എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയും എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതമായി മാറണം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, ചിലപ്പോൾ നിങ്ങളുടെ നഷ്ടങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം നിറഞ്ഞതായിരിക്കാം. ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങൾ കൊണ്ട് നിറഞ്ഞ അനുഭവമായിരിക്കും. പ്രഭാതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ വിലപിക്കുന്ന സഹോദര സഹോദരി, ഹല്ലേലൂയ, നിന്റെ കഷ്ടങ്ങൾ വലുതാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ നീ നോക്കി തുടങ്ങുക. ക്രിസ്തുവിലേക്ക് നീ വരുന്നെങ്കിൽ നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ സകല നഷ്ടങ്ങളെ ലാഭമാക്കിയെടുക്കുവാൻ കർത്താവിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ കഴിയും. നിന്റെ നഷ്ടങ്ങൾ ലാഭമാക്കി ദൈവം മാറ്റി തരും. ദുഃഖഭാരങ്ങളെയെല്ലാം ദൈവം സന്തോഷമാക്കി മാറ്റും. നിന്റെ ദുഃഖങ്ങളെയെല്ലാം സന്തോഷമാക്കി മാറ്റും. നിന്റെ വിലാപത്തെ ദൈവം ആനന്ദ പരിപൂർണമാക്കി തരും. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരിൽ നിങ്ങളുടെ സമയത്തെ നിങ്ങൾ പാഴാക്കി കളയരുത്. നിങ്ങളുടെ സമയം നിങ്ങൾ പാഴാക്കി കളയാതെ നിങ്ങൾക്ക് ലഭിച്ച സമയത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ഇന്ന് പകൽ നിനക്ക് കർത്താവിന്റെ സ്ഥാനം ധരിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കർത്താവേ, അങ്ങയുടെ സന്തോഷം എൻ്റെ ഉള്ളിലിരിക്കണം. ഇതുവരെ ഞാൻ ലോകത്തിന്റെ സന്തോഷത്തിലാ പോയെ. ഇതുവരെ ഞാൻ ലോകക്കാരുടെ സന്തോഷമായിരുന്നു. ഇതുവരെ എൻ്റെ ജഡത്തിന്റെ സന്തോഷമായിരുന്നു. ഇനി എനിക്കത് വേണ്ട. അതെന്നെ പാപത്തിലേക്ക് കൊണ്ടുപോയി, നാശത്തിലേക്ക് കൊണ്ട്, എന്നെ തകർച്ചയിലേക്ക് കൊണ്ടുപോയി. അതെന്നെ നിത്യ നരകത്തിലേക്കാണ് ലോകത്തിന് സന്തോഷം നടത്തിയത്.
കർത്താവ് അങ്ങ് പറഞ്ഞു, എന്റെ സന്തോഷം നിങ്ങൾ ഇരിക്കണമെന്ന് കർത്താവ് പറഞ്ഞല്ലോ. ആ സന്തോഷം എനിക്ക് വേണം കർത്താവേ. ആ സന്തോഷം എൻ്റെ ഉള്ളിൽ പകരണം. ആ സന്തോഷം എനിക്ക് പൂർണ്ണമാകണം. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും മാറി അങ്ങയുടെ സന്തോഷം എൻ്റെ ഉള്ളിൽ നിറഞ്ഞ് ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായി ഇരവാടാത്തതുമായ വൃക്ഷം പോലെ എനിക്ക് ഇരിക്കണം എന്ന് നിനക്ക് പറയാൻ കഴിയുമോ? അത് കർത്താവ് നിന്നെ മാനിച്ചുയർത്തും കേട്ടോ. അത് നിന്റെ സന്തോഷത്തെ, നിനക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ ദൈവം മടക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ലോകത്തെ സാത്താൻ നിന്നെ തകർക്കാൻ ശ്രമിക്കും, പിശാചിനെ തകർക്കാൻ ശ്രമിക്കും. അല്ലേലെ പിശാചിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നീ അത് തിരിച്ചറിയണം. 4-ാം സംഗീതം വായിക്കുമ്പോൾ 7-ാം വാക്യം, 4-ാം സംഗീതം 7-ാം വാക്യം വായിക്കുന്ന എഴുതുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അതെ, ധാന്യം വീഞ്ഞും വർദ്ധിക്കുന്നൊരു കാലം. ധാന്യം വീഞ്ഞും വർദ്ധിച്ച് നിന്റെ കഷ്ടങ്ങൾ മാറി, സങ്കടങ്ങൾ മാറി, നിന്റെ ദുരിതങ്ങൾ മാറി, കടക്കണി മാറി, നിന്റെ ഞെരുക്കം മാറി, നിന്റെ എല്ലാ ദാരിദ്ര്യം മാറ്റി. അല്ലെങ്കിൽ ധാന്യവും വീഞ്ഞും നിന്റെ കുടുംബത്തിൽ വർദ്ധിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ധാന്യവും വീഞ്ഞും വർദ്ധിപ്പിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷത്താൽ ദൈവം നിന്നെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ചിലരോട് പറയട്ടെ, ധാന്യവും വീഞ്ഞും നിന്റെ ഭവനത്തിൽ വർദ്ധിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിനക്ക് മുമ്പുണ്ടായതിനേക്കാൾ വലിയ സന്തോഷം ദൈവം നിനക്ക് നൽകാൻ ആഗ്രഹിക്കുക. കണ്ണുകൾ അടച്ചതിനോടൊപ്പം പ്രാർത്ഥിക്കാമോ? അല്ലെങ്കിൽ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, എന്റെ സന്തോഷം നിങ്ങൾ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ വചനം നിന്റെ ജീവിതത്തിൽ ആദാനുഗ്രഹമായി മാറട്ടെ. കരഞ്ഞ് കലകിയ കണ്ണുമായി ഹൃദയത്തോടെ, വേദനയോടെ, ദുഃഖങ്ങളിൽ സങ്കടങ്ങളിൽ ഇരിക്കുന്ന പ്രിയസഹോദരനേ, നിന്റെ എല്ലാ അവസ്ഥയ്ക്കും ദൈവം മാറ്റം തരുവാൻ ആഗ്രഹിക്കുക. നിന്റെ ഈ ഗതികെട്ട ജീവിതം, നിന്റെ പരാജയപ്പെട്ട ജീവിതത്തിനകത്ത് ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ കാണുകയില്ലെന്ന് പറഞ്ഞുപോലെ ഇന്നലത്തെ ദുഃഖം മാറി നീ ഇനി ആനന്ദത്തോടെ ജീവിപ്പാൻ, സന്തോഷത്തോടെ ജീവിപ്പാൻ, നിന്റെ കുടുംബത്തെ സന്തോഷത്തെ നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിന് നിന്റെ ഹൃദയം കൊടുക്കണം. അവനെ രക്ഷിതാപിതാമായി സ്വീകരിക്കണം. അവന് വേണ്ടി സമർപ്പിച്ചു കൊടുത്തതിനോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.3 കോടി ജനങ്ങൾ തലമുറ കണ്ടെത്തപ്പെടാത്തവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ 145 കോടിയധികം ജനങ്ങൾ, ലോകരാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളെ 800 കോടി ജനങ്ങൾക്കായി ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യുവനത്തിൽ, വാർത്തത്തിൽ, ജ്ഞാനപ്പെടുത്തൽ, അസനയാച, റോഫിനെ, ചോട്ട, ജുവൽക്കും തടവറയിലായിരിക്കുന്ന, ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസം, കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ ദ്വീപവാസികളെയും, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കും എല്ലാ ജനതയും, സ്തോത്രം, എല്ലാ രാജരാഷ്ട്ര തലന്മാരെയും, എല്ലാ ഭരണ സംവിധാനങ്ങളെയും, എല്ലാ മത നേതാക്കന്മാരെയും, ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും, കർത്താവ് എല്ലാ ഭരണപക്ഷ പാർട്ടികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ ചുഴിയിൽ വീണ് കിടന്ന് മദ്യത്തെ മയക്ക് ലഹരിക്ക് അടിമപ്പെട്ട് കടക്കണിയിലൂടെ കടന്നു പോകുന്നവർ, രോഗത്തിലൂടെ കടന്നു പോകുന്നവർ, വേദനയിലൂടെ കടന്നു പോകുന്ന എല്ലാ ജനതയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ജനസമാധാന സൗഖ്യം കൊടുക്കണമേ. രോഗം പാടപ്രവൻ ദൈവമക്കളും ദൈവദാസന്മാരെ ഈ സമയത്ത് ഓർക്കുകയാണ്. അവരുടെ കഷ്ടങ്ങൾ കൂടിയെന്ന് കർത്താവിന്റെ ആശ്വാസങ്ങൾ, ക്രിസ്തുവിന്റെ സന്തോഷം എല്ലാം ഇരിപ്പാൻ, ആ സന്തോഷം പൂർണ്ണമാകുവാൻ ഇന്ന് പകൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.